വെൽക്കം ടു കെം സ്ക്വയർ. നമുക്കിന്നൊരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. വെയ്റ്റ് ഫ്രാക്ഷൻ, മോൾ ഫ്രാക്ഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോബ്ലമാണ്. ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ സോലിബിലിറ്റി ഓഫ് മീത്തൈൽ ബ്രോമൈഡ് CH3Br ഇൻ മെത്തനോൾ CH3OH ഈസ് 44 കിലോഗ്രാം methyl bromide per 100 kilogram of methanol at 25 degrees Celsius. Compute the weight fraction and mole fraction of methanol in the saturated solution. ഇതാണ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യനിൽ നമുക്ക് വെയിറ്റ് ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ അത് പ്രകാരം ഗിവൺ ഡാറ്റാസ് എന്തൊക്കെയാണെന്ന് എഴുതാം. അതാണല്ലോ നമ്മളൊരു പ്രോബ്ലത്തിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്. നമുക്ക് തന്നിരിക്കുന്നത് മാസ് ഓഫ് മീത്തൈൽ ബ്രോമൈഡ് എന്ന് പറഞ്ഞാൽ 44 കിലോഗ്രാമാണ്, 44 കിലോഗ്രാം. മാസ് ഓഫ് മെത്തനോൾ 100 കിലോഗ്രാം. അതുപ്രകാരം നമുക്ക് ടോട്ടൽ മാസ് ഓഫ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ 44 + 100 144 കിലോഗ്രാം എന്ന് കിട്ടും. നമുക്കറിയാം വെയ്റ്റ് ഫ്രാക്ഷൻ്റെ ഇക്വേഷൻ, അല്ലെങ്കിൽ മാസ് ഫ്രാക്ഷൻ എന്ന് പറയാം, വെയ്റ്റ് ഫ്രാക്ഷൻ എന്നൊക്കെ പറയാം. അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താ? മാസ് ഓഫ് എ കമ്പോണൻറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ഓഫ് സൊല്യൂഷൻ. ഇവിടുത്തെ കമ്പോണൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് മെത്തനോളിൻ്റെതാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ മെത്തനോളിൻ്റെ മാസ് എത്രയാണ്? 100. ടോട്ടൽ മാസ് എത്രയാണ്? 144. അപ്പോൾ നമുക്ക് കിട്ടും 0.694. ആ ആൻസർ ജസ്റ്റ് ഒന്ന് എടുത്ത് എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് കാണേണ്ടത് മോൾ ഫ്രാക്ഷനാണ്. മോൾ ഫ്രാക്ഷൻ കാണുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് നമ്പർ ഓഫ് മോൾസ് എത്രയാണെന്ന് കണക്കാക്കണം. നമ്പർ ഓഫ് മോൾസ് എത്രയാണ് എന്ന് അറിയണമെങ്കിൽ നമുക്ക് എന്തറിയണം? മോളിക്കുലാർ വെയിറ്റ് അറിയണം. അപ്പോൾ അതുകൊണ്ടാണ് ആദ്യം മോളിക്കുലാർ വെയിറ്റ് എഴുതുന്നത്. മോളിക്കുലാർ വെയിറ്റ് ഓഫ് മെത്തനോൾ CH3OH എന്ന് പറഞ്ഞാൽ കാർബൺ 12 ആണ്, ഹൈഡ്രജൻ 1 ആണ്, ഓക്സിജൻ 16 ആണ്. അത് വെച്ചിട്ട് നമുക്ക് എത്ര കിട്ടും? 32 കിലോഗ്രാം പെർ കിലോമോൾ കിട്ടും. മോളിക്കുലാർ വെയിറ്റ് ഓഫ് മീത്തൈൽ ബ്രോമൈഡ് എന്ന് പറഞ്ഞാൽ ബ്രോമിൻ 80 ആണ്, 80 ആണ്, ഹൈഡ്രജൻ 1, കാർബൺ 12. അത് വെച്ചിട്ട് 95 കിട്ടും. മോൾസ് ഓഫ് CH3OH എത്രയാണ് നമുക്ക് നോക്കാം. CH3OH എന്ന് പറഞ്ഞാൽ ഗിവൺ മാസ് ബൈ മോളിക്കുലാർ മാസ് ആണ് നമ്പർ ഓഫ് മോൾസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ NCH3OH എന്ന് പറയുന്നത് 100 ഡിവൈഡഡ് ബൈ 32. 100 ആണ് ഗിവൺ മാസ്, 32 എന്ന് പറയുന്നത് മോളിക്കുലാർ മാസ്. അപ്പോൾ 3.125 കിട്ടും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? നമ്പർ ഓഫ് മോൾസ് ഓഫ് മീത്തൈൽ ബ്രോമൈഡ് കാണണം. 44 ആണ് ഗിവൺ മാസ്, മോളിക്കുലാർ മാസ് 95 ആണ്. അപ്പോൾ 0.463 കിട്ടും. അതിനുശേഷം മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ഓഫ് മെത്തനോൾ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് എ സൊല്യൂഷൻ. അപ്പോൾ ഇവിടെ നമുക്ക് മെത്തനോളിൻ്റെ എത്രയാണ് കിട്ടിയത്? 3.125 ആണ്. 3.125 ഡിവൈഡഡ് ബൈ 3.125 പ്ലസ് 0.463, അതായത് നമ്പർ ഓഫ് മോൾസ് ഓഫ് മെത്തനോൾ പ്ലസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് മീത്തൈൽ ബ്രോമൈഡ്, അതാണ് വരിക. അത് വെച്ചിട്ട് നമുക്ക് ഷോർട്ട് ചെയ്യുമ്പോൾ ആൻസർ കിട്ടുന്നത് 0.871 കിട്ടും. അപ്പോൾ ഫൈനൽ ആൻസർ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താ? വെയ്റ്റ് ഫ്രാക്ഷൻ ഓഫ് മെത്തനോൾ 0.694, മോൾ ഫ്രാക്ഷൻ ഓഫ് മെത്തനോൾ 0.871. ഓക്കെ, താങ്ക് യു.